അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറികളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ കൊത്തമര പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോയേ. കൊത്തമര നല്ലോണം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയൊക്കെ നല്ല കാറ്റായ കാരണം കൊണ്ട് ഈ കൊത്തമര ചെടി ഇങ്ങനെ നല്ല ഉയരത്തിൽ പോകും. അപ്പം അതിങ്ങനെ പൊട്ടി വീഴാറായോ എന്ന് തോന്നിയ കാരണം കൊണ്ട് വേഗം പോയിട്ട് ഉണ്ടായ കൊത്തമരയൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ കൊത്തവര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ വഴുതിനിങ്ങ അതൊക്കെ പാകമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി പൊട്ടിക്കാം. അങ്ങനെ പൊട്ടിച്ച് വന്നപ്പോൾ പച്ച വഴുതിനിങ്ങ കിട്ടി, വയലറ്റ് വഴുതിനിങ്ങ കിട്ടി, മാലാക വഴുതിനിങ്ങ കിട്ടി, കുറച്ച് പച്ചമുളക് കിട്ടിയതാ. കണ്ടോ, നല്ല പച്ചമുളക് കേട്ടാ, വലിയ എരിവൊന്നുമില്ല, നല്ല പച്ചമുളക. പിന്നെ ഇതേ 2 ദിവസം മുമ്പ് പയർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ദേ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കാണിക്കാൻ പറ്റില്ല, കുക്കുംബറാണ്. പക്ഷെ ഇതിന്റെ ഷേപ്പിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിനെ റെഡിയാക്കി എടുക്കും. പിന്നെ വയലറ്റ് വഴുതനങ്ങ, പിന്നെ വെണ്ടക്കായ. അപ്പൊ അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കുഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ പരിമിതമായ ചെറിയ അറിവുകൾ വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷി രീതികളൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ ശരിക്കും നോക്കുമ്പോൾ 1, 2, 3 ഒരു 5-6 കൂട്ടം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇനിയും കുറേ പച്ചക്കറികൾ നമുക്ക് വെക്കാവുന്നതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ വിളവ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ചെയ്യണ വളം എന്ന് പറയുന്നത് എല്ലാത്തിലേക്കും കോമൺ ആയിട്ട് ഞാൻ ഒരു ഒറ്റ വളം ചെയ്യണുള്ളൂ, ജൈവസ്ലറിയാണ്. പിന്നെ വീഡിയോസിലൊക്കെ കുറെ കാണുന്ന പോലെയുള്ള കുറെ വളങ്ങളൊന്നും പരീക്ഷിക്കാൻ എനിക്ക് നേരമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ചെയ്യണോണ്ടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവരെനിക്ക് വിളവ് തരുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് വീഡിയോ കൂടെ നിങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുന്നത് അതിലേറെ സന്തോഷം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവണമെന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ. പിന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് പരിമിതമായ അറിവാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അറിവിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിയ കൃഷി സുഹൃത്തുക്കൾ അതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്ത് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും സന്തോഷം. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.